വിശിഷ്യ പരിശുദ്ധ കുർബാനയിലേക്ക് അനേകരെ നയിക്കാൻ ഓരോ പുരോഹിതനും കടപ്പെട്ടവരാണ്. പ്രസംഗത്തിന് ശേഷം നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമായ ശുശ്രൂഷ പൗരോഹിത്യം നൽകിയ കർത്താവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് തന്നെ വളർത്തി വലുതാക്കിയ എല്ലാവരെയും പരിശുദ്ധ കുർബാനവേദിയിൽ കൃതജ്ഞതയോടെ ഓർത്ത് പുരോഹിതൻ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ആന്റണി അച്ഛൻ തന്റെ പരിശുദ്ധിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ കുർബാനയിൽ പങ്കുകൊള്ളാൻ ഭാവികളാകും ഒരുക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, നാം ഒന്നു ചേരുന്നതെന്തു ഭാഗ്യം. സ്വർഗം തുറക്കുന്ന പാവന ബലിയിൽ നാം ഒന്നു ചേരുന്നതെന്തു ഭാഗ്യം. ഈ ജന്മം ബലിയായി നൽകാൻ ഞങ്ങൾ അണയുന്നു. വിശ്വവിശുദ്ധായ അഭിമന്യ പിതാവേ, വികാരിയച്ഛ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതാണ്ട് 4ാം ക്ലാസ് മുതൽ ദൈവം ഹൃദയത്തിൽ നിക്ഷേപിച്ച പൗരോഹിത്യം എന്ന മഹാദാനം ഏതാണ്ട് 15 വർഷത്തെ വൈദിക പരിശീലനത്തിന് ശേഷം ഇന്ന് സ്വീകരിച്ച ഈ അനുഗ്രഹീത നിമിഷങ്ങളിൽ കൃതജ്ഞത നിറഞ്ഞ ഹൃദയവുമായാണ് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുക. എന്നിലെ ദൈവങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ച് സെമിനാരിയിൽ എന്നെ പ്രവേശിപ്പിച്ചത് മാർ ജോസഫ് ഭവത്തിൽ പിതാവാണ്. സെമിനാരിയിൽ പ്രവേശിച്ചതിന് ശേഷം നാളിതുവരെ എൻ്റെ പൗരോഹിത്യ പരിശീലനത്തിൽ ഉള്ള വളർച്ച കണ്ടറിഞ്ഞ് എന്നിൽ ദൈവങ്ങളോടുള്ള പൂർണ്ണമായ വിശ്വസ്തത മാത്രം ആഗ്രഹിച്ച് ഈ ദാനം കൈവപ്പ് വഴി ഫലമേൽപ്പിച്ചത് മാർ ജോസഫ് പെരുന്തോട്ടം പിതാവാണ്. കാലത്തിൻ്റെ വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടി സഭാ ശുശ്രൂഷയിലേക്കും ഏറ്റവും മഹത്തായ പൗരോഹിത്യ കൂട്ടായ്മയിലേക്കും എന്നെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തത് മാർ തോമസ് തറയിൽ പിതാവാണ്. അഭിവന്യ പിതാക്കന്മാരുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. വളരെ പ്രത്യേകമായി ഇവിടെ സന്നിഹിതനായി ശുശ്രൂഷ പൗരോഹിത്യം എനിക്ക് നൽകിയ അഭിവന്യ പെരുന്തോട്ടം പിതാവിനോടുള്ള കൃതജ്ഞതയും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ ആത്മീയ പിതാവും ആനിമേറ്ററും അധ്യാപകനും ഒക്കെയായി ഇന്ന് ഒപ്പം ആർച്ചഡീക്കനായി എന്നെ അനുഗ്രഹിക്കാനായി എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട തോമസ് പാടിയത്തച്ഛനും സത്തന സെമിനാരിയെ പ്രതിനിധീകരിച്ചും എൻ്റെ ആനിമേറ്ററും വൈസ് സെക്രട്ടറുമായിരുന്ന ബഹുമാനപ്പെട്ട അലക്സ് മണ്ടാരക്കപ്പല സഹകാർമ്മികനായി കൂടെ ഉണ്ടായിരുന്നു. ഇരുവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പൗരോഹിത്യ കൂട്ടായ്മയിലേക്ക് എന്നെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്ത ഇവിടെ സന്നിഹിതരായ വൈദിക സമൂഹത്തോടും എത്തിച്ചേരാൻ സാധിക്കാതെ പ്രാർത്ഥനാപൂർവ്വം ആത്മീയ സാന്നിധ്യം അറിയിച്ച എല്ലാ വൈദികരോടുമുള്ള നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. പരിശീലനത്തിൻ്റെ നാൾവഴികളിൽ അതിരൂപത നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ജനറൽ അച്ഛന്മാരെയും ചാൻസലർ അച്ഛന്മാരെയും സെക്രട്ടറീസുമാരെയും നന്ദിയോടെ ഓർക്കുന്നു. എനിക്ക് മാമോദീസ നൽകിയ ബഹുമാനപ്പെട്ട തോമസ് തെക്കേക്കരേച്ചൻ മുതൽ എൻ്റെ ജീവിതത്തിൽ തങ്ങളുടേതായ സാന്നിധ്യം അറിയിച്ച എല്ലാ വൈദികരെയും വളരെ പ്രത്യേകമായി വികാരിമാരായിരുന്ന കുറിഞ്ഞിപ്പുറമ്പലച്ചനോടും എന്നിലെ ദൈവവിളി തിരിച്ചറിഞ്ഞ് എന്നെ സെമിനാരിയിലേക്ക് അയക്കുകയും എന്നോടും എൻ്റെ കുടുംബാംഗങ്ങളോടുമൊപ്പം ഈ നിമിഷം വരെയും ചേർന്ന് നിൽക്കുന്ന ഇന്ന് എന്നോടൊപ്പം വിശുദ്ധ കുർബാനയിൽ ഒപ്പമുള്ള തടത്തലച്ചനോടും പരിശീലന കാലത്തിൽ വളരെ നിർണായകമായ ഘട്ടത്തിൽ ഇതാണ് വഴി, ഇതിലേ പോകുക എന്ന് കാണിച്ചു തന്ന് ഒപ്പം ചേർത്ത് നിർത്തി എന്നിലെ ദൈവവിളിയെ ആഴത്തിൽ ഉറപ്പിച്ച മാണി പുതിയുടെ അച്ഛനോടും എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ഈ നിമിഷം എന്നോടൊപ്പമായിരിക്കാൻ ഹൃദയപൂർവ്വം ആഗ്രഹിച്ച വിരിപ്പലച്ചനോടുമുള്ള നന്ദി ഹൃദയപൂർവ്വം ഞാൻ അറിയിക്കുന്നു. എൻ്റെ ദൈവവിളിയിൽ എന്നെ പ്രചോദിപ്പിച്ച മരണമടഞ്ഞ ജോർജ് പുളാപ്പള്ളി അച്ഛനോടും ഇവിടെ സന്നിഹിതരും അല്ലാത്തവരുമായ നാളിതുവരെയും ഇവിടെ സഹവികാരിമാരായിരുന്ന എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു.
ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ എല്ലാ സന്യസ്തരോടുമുള്ള നന്ദി അറിയിക്കുന്നു. 2005 സെമിനാരിൽ പ്രവേശിച്ച നാൾ മുതൽ എൻ്റെ അധ്യാപകരും അധികാരികളുമായ എല്ലാവരോടുമുള്ള, പ്രത്യേകിച്ച് കുറിച്ചി മൈനർ സെമിനാരിയിൽ റെക്ടർമാരായിരുന്ന ഗ്രിഗറി നെടുവിലത്ത് അച്ഛനോടും ജോസഫ് ചാലാശ്ശേരി അച്ഛനോടും, കുന്നോത്ത് വൃക്ഷപ്പേഴുമേ സെമിനാരിയിലെ റെക്ടർമാരായിരുന്ന തോമസ് ആനുവഴിക്കാട്ടിൽ അച്ഛനോടും മാണി അണ്ടൽ അച്ഛനോടും സത്നാസിൻ്റെ ഫ്രെയിംസിലെ ജോസഫ് അറ്റപ്രിക്കൽ അച്ഛനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അപ്പം അധ്യാപകരും ജ്യേഷ്ഠ സഹോദരങ്ങളുമായിരുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും സന്യസ്തരെയും നന്ദിയോടെ ഓർക്കുന്നു. ആത്മീയ പിതാക്കന്മാരായിരുന്ന മനക്കിഴം അച്ഛനോടും ടോജി വിദ്യാപറമ്പിൽ അച്ഛനോടും കുഴിമണ്ണിൽ അച്ഛനോടും ഭർത്താനത്ത് അച്ഛനോടും കറുപ്പറമ്പിൽ ജോയി അച്ഛനോടും പൂതാനിക്കുന്നലച്ഛൻ, കന്നുവെട്ടിയിലച്ഛൻ, ചാടിക്കുടിയച്ഛൻ, കുതിരക്കുളം അച്ഛൻ, കേട്ടയിലച്ഛൻ, നിശ്ചയമാലയച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആനിമേറ്റന്മാരായിരുന്ന കരിവേലച്ഛനോടും മുത്തനാട്ടച്ഛനോടും കരയകടലച്ഛനോടും ജോസ് കൊടുപ്പള്ളി അച്ഛനോടും അഖിലപ്പള്ളി അച്ഛനോടും കുടിലച്ഛനോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. റീജൻസി ചെയ്ത KCSL, സഞ്ജീവനി, സെൻറ് ജോസഫ് ഓർഫനേജ് എന്നിവിടങ്ങളിലെ വാരുകലച്ഛനും മുട്ടക്കാട്ടച്ഛനും നാന്ദീതച്ഛനും കരുവാറ്റപ്പള്ളി വികാരിയായിരുന്ന തേക്കുളപ്പലച്ഛനും നന്ദി പറയുന്നു. സ്കൂൾ ജീവിതകാലത്ത് പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും, പ്രത്യേകിച്ച് സെന്റ് മേരീസ് വെട്ടുകാട്, സെൻറ് ജോസഫ് പാളയം, സെൻറ് ജോൺസ് നാലാഞ്ചിറ, സെൻറ് തെരേസസ് വാഴപ്പള്ളി എന്നിവിടങ്ങളിലെ അധ്യാപകരെയും സുഹൃത്തുക്കളെയും നന്ദിയോടെ ഓർക്കുന്നു. PG പഠനം നടത്തിയ ശ്രീകാര്യം ലയോള കോളേജിലെ വൈദികരെയും അധ്യാപകരെയും സുഹൃത്തുക്കളെയും നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ ബാച്ചിലറായിരുന്ന 2016 വർഷം ഗൗരവത്തിൽ സ്വീകരിച്ച വൈദിക സുഹൃത്തുക്കളോടും ഇപ്പോൾ ഉള്ള ബാച്ചിലെ എല്ലാവരോടുമുള്ള നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. നമ്മുടെ ഈ കൊറോണയിൽ ഇപ്പം സേവനം ചെയ്യുന്ന എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും എല്ലാ ഇടവക ജനങ്ങളെയും സുഹൃത്തുക്കളെയും നന്ദിയോടെ ഓർക്കുന്നു. ചുരുങ്ങിയ കാലം സേവനം ചെയ്യാൻ കഴിഞ്ഞ ലൂർദ് മാതാക്കേരളയിലെ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കുടുംബത്തിലെ സ്വന്തം എന്ന പോലെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ലൂർദിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും വേണ്ടി വളരെ പ്രത്യേകമായി സൺഡേ സ്കൂളിലെ അധ്യാപകർക്കും കുട്ടികൾക്കും കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ സെക്രട്ടറി, സ്റ്റാഫ് അംഗങ്ങൾ, ചേട്ടൻ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, സംഘടനാ ഭാരവാഹികൾ എന്നിവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ ശുശ്രൂഷയുടെ നടത്തിപ്പിനായി സാമ്പത്തികമായും പ്രാർത്ഥനയായും സാന്നിധ്യമായും സഹായിച്ച എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും എൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഞാനും അറിയിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന കർമ്മങ്ങൾക്ക് സഹായിച്ച റീജൻസി ബ്രദേഴ്സിനെയും സന്ധ്യാസമൂഹത്തിൻ്റെ പ്രവർത്തകരെയും ഗായക സംഘം സിനിമച്ചനെയും ഗിരിച്ചേട്ടനെയും ദീപ ചേച്ചിയെയും ക്യാമറയും വീഡിയോയും ലൈവ് സ്ട്രീമിംഗ് ചെയ്ത് നടത്തുന്ന അനിൽ ചേട്ടൻ ടീമിനും ഭക്ഷണം ക്രമീകരിക്കുന്ന സൗരചേട്ടൻ കിരണിനും കുടുംബാംഗങ്ങളുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. SH, DM, SD, നിർമ്മലാ ഭവൻ, BSFS, ആവില ഭവൻ, നസ്രത്ത് എന്നീ മഠങ്ങളിലെ എല്ലാ സിസ്റ്റേഴ്സിനോടും വളരെ പ്രത്യേകമായി ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയ SHലെയും കവടിയ BSFSലെ സിസ്റ്റേഴ്സിനോടുള്ള നന്ദി അറിയിക്കുന്നു. UDP സമയത്തിലെ എൻ്റെ എല്ലാ അർജന്മാരെയും അനുജിന്മാരോടുള്ള സ്നേഹവും ഹൃദയപൂർവ്വം അറിയിക്കുന്നു. ഇനി നന്ദി പറയാനുള്ളത് വികാരിച്ചനായ മോർലിയച്ചനും സഹവികാരിമാരായ ജോമാനച്ചനും ആകാശച്ചനുമാണ്. നമ്മുടെ ഈ പള്ളിയും സങ്കീർത്തിയും പരിസരങ്ങളും ഇത്രയും വൃത്തിയാക്കുന്നതിനായി ആഴ്ചകളും മാസങ്ങളുമായി അധ്വാനിക്കുകയാണ് മോർലിയച്ചൻ. പട്ടത്തിൻ്റെ ആലോചനയുടെ ആദ്യഘട്ടം മുതൽ ഇന്നലെ വീട്ടിൽ നിന്നും എന്നെ പ്രാർത്ഥിച്ചിറക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നേതൃത്വം കൊടുത്തതും ക്രമീകരിച്ചതും വികാരിച്ചനാണ്. ഇപ്പോഴും അച്ഛൻ പ്രവർത്തന നിരതനാണ്. പട്ടക്രമത്തിൻ്റെ ശുശ്രൂഷാകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് സദാസമയം എൻ്റെ കൂടെയുള്ളവരാണ് ജോമനച്ചനും ആകാശച്ചനും, ഒപ്പം പിതാവിൻ്റെ സെക്രട്ടറിയച്ചനായിരിക്കുന്ന ജോഷുവാച്ചനും. ഇവർ കൂടെയുള്ളപ്പോൾ എനിക്കൊരു ആശങ്കയുമില്ല. വികാരിച്ചനും കൊച്ചന്മാരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഇവിടെ സന്നിഹിതരായവരും എത്തിച്ചേരാൻ സാധിക്കാത്തവരുമായ എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. സാധിക്കുന്ന എല്ലാവരും തന്നെ മുൻകൂട്ടി എത്തിച്ചേർന്ന് സഹായത്തിനായി ഉണ്ടായിരുന്നു. എല്ലാവർക്കും പ്രത്യേകിച്ച് തറക്കുന്നയിൽ വാഴകാട്ട് തെന്നാട്ടിൽ കുടുംബാംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനി നന്ദി പറയുന്നത് എൻ്റെ സ്വന്തം കുടുംബത്തോടാണ്. തങ്ങൾക്ക് ദൈവം തന്ന മക്കളുടെ പാതിയെ ദൈവത്തിന് നൽകാൻ വലിയ മനസ്സ് കാണിച്ചവരാണ് എൻ്റെ അച്ചാച്ചനമ്മച്ചിയും. രോഗാവസ്ഥയിലും വേദനയുടെ നിമിഷങ്ങളിലെ സഹനം പോലും ഞങ്ങൾക്കായി സന്തോഷത്തോടെ സ്വീകരിച്ചതാണ് എൻ്റെ അച്ചാച്ചൻ. പ്രാർത്ഥനയുടെ സ്ത്രീ എന്ന 100% ഉറപ്പോടുകൂടെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ എനിക്കുള്ളത് എൻ്റെ അമ്മച്ചിയാണ്. നോമ്പും ഉപവാസവും എടുത്ത് വളരെ പ്രത്യേകമായി വൈദിക വസ്ത്രം ഞാൻ സ്വീകരിച്ച അന്ന് മുതൽ അമ്മച്ചി നോമ്പിൽ ഉപവാസത്തിലുമാണ്. ഇങ്ങനെയുള്ളവരൊക്കെ അമ്മയും ഇടവും ഫലവും ഒപ്പം ദൈവം മുകളിലും ഉണ്ടെങ്കിൽ ഞാൻ തളരില്ല.
ഇവരുടെ പ്രാർത്ഥനയാണ് എനിക്ക് ഊർജ്ജവും ബലവും. എൻ്റെ ചേട്ടായും ചേച്ചിയും ഡേവിസും സാറായും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ചേട്ടായും ചേച്ചിയും കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെ സമയത്ത് പോലും അനിയന്മാരൊന്നും അറിയരുത് എന്ന് കരുതി സ്വയം ഒരുക്കി തീരാൻ അധ്വാനിക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ അച്ഛനെയും അച്ഛയുടെയും ഇടവമ്പലം നിൽക്കാൻ ഇവർക്ക് കഴിയും. ജോൺകുട്ടിയും നിർമ്മലും വളരെയേറെ കാര്യങ്ങളിൽ അവർക്ക് ചങ്ങായിമാരാണ്. പലപ്പോഴും എനിക്ക് മാതൃകയും സ്നേഹവും മത്സര്യവുമാണ് രണ്ടുപേരുടെ ഹൃദയം പറയും. ഡേവിസും സാറായും ഉൾപ്പെടെ ഇവരെല്ലാവരും കഴിഞ്ഞ ഒരു വർഷക്കാലമായി നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ് ഈ ധന്യ നിമിഷങ്ങൾക്ക് വേണ്ടി. ഇങ്ങനെയുള്ള കുടുംബമാണ് ദൈവം എനിക്ക് നൽകിയ ആദ്യ സമ്മാനം. സ്നേഹത്തോടെ ഹൃദയപൂർവ്വം നന്ദി. എല്ലാറ്റിനുപരിയും ദൈവമേ നിനക്കും നന്ദി. ഞാൻ എത്രത്തോളം യോഗ്യനും ബലഹീനമാണോ അതിലും അധികം എന്നെ ശക്തിപ്പെടുത്തുന്നത്. ഞാൻ എത്ര അകലുന്നവോ അത്രയധികമായി എന്നിലേക്ക് അടുക്കുന്നവൻ. മൺപാത്രത്തിലെ ഈ നിധി കൈമോശം വരാതെ എന്നെ അനുഗ്രഹിക്കുന്നവൻ. ഒരിക്കൽ കൂടി എല്ലാവർക്കും, വ്യക്തിപരമായി പരാമർശിക്കാതെ വിട്ടുപോയവർക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്നവർക്കും തത്സമയം കാണുന്ന എല്ലാവർക്കും എന്നോടുകൂടി പ്രാർത്ഥനയിലായിരിക്കുന്നവർക്കും ഹൃദയപൂർവ്വം നന്ദി. ആമേൻ. ജീവിതം മുഴുവൻ ബലിയായണയ്ക്കുവാൻ ഉള്ളിലൊരൾത്താര ഒരുക്കുന്നു ഞാൻ. ജീവിതം മുഴുവൻ ബലിയായി അടയ്ക്കുവാൻ ഉള്ളിലൊരൾത്താര ഒരുക്കുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായി എന്നെ നൽകുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായി നൽകുന്നു ഞാൻ. ജീവിതം മുഴുവൻ ബലിയായി അടയ്ക്കുവാൻ ഉള്ളിലൊരൾത്താര ഒരുക്കുന്നു ഞാൻ. അമ്മയമ്മയും നിർമ്മല സ്നേഹരും നമ്മളോടൊപ്പം ഈ ബലിയിൽ. അമ്മയാമേയും നിർമ്മല ശ്രീഹരും നമ്മളോടൊപ്പം ഈ ബലിയിൽ.
നമ്മുടെ ഭാരം ജീവദേശം സമ്മാനമായി യേശുവേ ഏറ്റുവാങ്ങി. നമ്മുടെ ഭാരവും ജീവിതദേശവും സമ്മാനമായി യേശുവേ ഏറ്റുവാങ്ങി. നമ്മിലൊരാൾ മുറിയാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞാടിൻ യാഗമായി. നമ്മിലൊരാളും മുറിയാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞാടും യാഗമായി. ജീവിതം മുഴുവൻ ബലിയായണയ്ക്കുവാൻ ഉള്ളിലൊരണ്ടാരം ഒരുക്കുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ ആഗ്രഹമീശോ പൂർണ്ണമായും നീ നൽകുന്നു ഞാൻ. ജീവിതം മുഴുവൻ ബലിയായണയ്ക്കുവാൻ ഉള്ളിലൊരണ്ടാരം ഒരുക്കുന്നു ഞാൻ.
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്തിൽ സർവ്വഭൂമി നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരുടെ മനുഷ്യൻ അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരുടെ മനുഷ്യൻ അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഗതി ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. ആമേൻ. കർത്താവേ, നമ രാജാവേ, ആളും
എന്തുകൊണ്ടാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥനായ ദൈവം. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവ്വേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ തീരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അവിടുത്തെ കൃപ നിന്നിലും നിന്നെ കേൾക്കുന്നവരിലും നിരന്തരം വർഷിക്കപ്പെടട്ടെ. തന്റെ അമ്മായിയപ്പനും വിധിയായ പുരോഹിതനുമായ ജിത്രോയുടെ ആളുകളെ മേയിച്ചു കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആളുകളെ നയിക്കവേ ദൈവത്തിന്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. അവൻ
തന്റെ പ്രബോധനം ഞാനുള്ള സ്ഥലത്തിന്റെ നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുത്തെ കൃപ നിന്നിലും നിന്നെ കേൾക്കുന്നവരിലും വർഷിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാരത്തിനും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീരിന് പകരം പുഷ്പമാലവും വിലാപത്തിന് പകരം ആനന്ദത്തിന് ധൈര്യവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേഖലയും നൽകാൻ അവിടുന്ന് അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചുപോയവ അവർ വീണ്ടും പുനരുദ്ധരിക്കും. പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും. നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും. തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. വിദേശികൾ നിങ്ങളുടെ ആട്ടിൻപടികളെ നയിക്കും. പരദേശികൾ നിങ്ങളുടെ ഉടവുകാരും മുന്തിരി വെട്ടിയൊരുക്കുന്നവരും ആകും. കർത്താവിന്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും. അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. ലജ്ജിതരായിരുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. കാരണം കർത്താവായി ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു. കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു. വിശ്വസ്തയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും. അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ എനിക്ക് പറയാം. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എന്റെ ആത്മാവ് എന്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാലമണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാളുകൾ ധരിപ്പിക്കുകയും നീതിയുടെ ധൈര്യത്തിൽ അണിയിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവിന് സ്തുതി. പ്രകീർത്തനം ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. ഭക്തരിരുതല്ലോ മാനവിനാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ നിത്യപുരോഹിതനീശോധൻ നിർമ്മലമാം അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ നിത്യപുരോഹിതനീശോധൻ നിർമ്മലമാം അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ നിത്യപുരോഹിതനീശോധൻ നിർമ്മലമാം അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾ ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, പത്രോസ്ലീഹായുടെ ഒന്നാം ലേഖനം. വിശുദ്ധമായ വിശുദ്ധമായ പ്രബോധനത്താൽ നിന്നെ ജ്ഞാനിയാക്കട്ടെ. നിന്നെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രബോധക വചനം ശ്രമിക്കുന്ന ഏവർ
ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ 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 പാടിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ നല്ലൊരാശയമെൻ മനതായി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാവിൻ തിരുമുൻപിൽ തീർത്ത മധുവായാലതൊടുങ്ങിയിടട്ടെ പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ ആദ്യം മുതൽക്കേക്കും നിത്യവുമായി ഭവിച്ചിടട്ടെ ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ 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 പാടിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് സദാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. അങ്ങയുടെ ആത്മാവോടും കൂടി വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവരിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നാൽ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എന്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ച പോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഒരുവൻ തന്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവനർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്നാൽ എന്റെ പിതാവിൽ നിന്ന് കേട്ടവയെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിർത്തുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുകയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് മനുഷ്യനായി പിറന്ന മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നുവെന്ന് ഏറ്റുപറയാം. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വിനീതരായ ആട്ടിടയരോടും വിജ്ഞാനികളായ ശാസ്ത്രജ്ഞരെയും ദിവ്യ ശിശുവിന്റെ ശബ്ദത്തിലേക്ക് നയിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തന്റെ തിരുക്കുമാരനെയും മനുഷ്യാവതാരം വഴി എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മാതൃക കാട്ടുകയും സമാധാനവും പ്രത്യാശയും നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാപം മൂലം അടയ്ക്കപ്പെട്ട പരദീസയുടെ വാതിൽ തുറന്നു തരുന്നതിനും മനുഷ്യ ശരീരമെടുത്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനും തന്റെ പ്രിയസുതനെ അയച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദാസിന്റെ വേഷം ധരിച്ച് കാലത്തൊഴുത്തിൽ പിറന്ന ദിവസത്തിൻ വഴി പതിതരെയും പാവപ്പെട്ടവരെയും തന്നിലേക്ക് അടുപ്പിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മനുഷ്യാവതാരം വഴി ഞങ്ങളുടെ നിത്യപുരോഹിതനായ മിശിഹായി ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ
അനുഗ്രഹവും അങ്ങയുടെ തിരഞ്ഞെടുത്ത അങ്ങയുടെ അചരണമായ ജനങ്ങളിലേക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരനെ നിങ്ങളെ തരുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുമേ. കർത്താവായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈംഗികവുമായ സമൃദ്ധിയുടെ അങ്ങയുടെ കരുണ നിറഞ്ഞ ബലം കൈനീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രംഗപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ ധോഷിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ മുദ്രത്തിലാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ.
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിശ്ചയിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി പിറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും പരിപാടിയിരിക്കുന്നു. പിതാവിൽ പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാഥാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ മാമോദീസ